മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കോഴിയും കിഴവിയും എന്ന പാഠഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ ബാക്കിയാണെന്ന് നമുക്ക് പഠിക്കേണ്ടത്. ഇനി അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നോക്കൂ. കോഴിയുടെ ഉടമസ്ഥൻ സന്ധ്യയ്ക്ക് വീട്ടിൽ വന്നപ്പോൾ കഥ അറിഞ്ഞു. അതിന് നിവൃത്തിയുണ്ടാക്കാം, അയൽപക്കത്തുകാർക്കും കഴിഞ്ഞുകൂടണമല്ലോ. അവർ അന്ന് സുഖമായി അത്താഴം കഴിച്ചു. അല്പം താമസിച്ചെന്ന് മാത്രം. ഇതേയുള്ളൂ സംഗതി. മത്തായിയുടെ വീട്ടിൽ മുട്ട വിരിഞ്ഞുണ്ടായ 5 കോഴിക്കുഞ്ഞുങ്ങൾ ആ വീട്ടിലും മർക്കോസിൻ്റെ പറമ്പിലും നടന്ന് തിന്നു വളർന്നു. അതിലൊരു പൂവൻ്റെ ഉപദ്രവം സഹിക്കാഞ്ഞ് മർക്കോസിൻ്റെ മകൻ ഒരു കല്ലെടുത്തൊരേറ് കൊടുത്തു. കോഴി ചത്തു. മത്തായിയുടെ വീട്ടുകാരതിനെ വേവിച്ച് തിന്നു. കോഴിയുടെ ഉടമസ്ഥൻ സന്ധ്യയ്ക്ക് വീട്ടിലെത്തിയപ്പോഴാണ് കഥ എന്താണെന്നൊക്കെ അറിയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിന് നിവൃത്തി ഉണ്ടാക്കാം. എന്താ നിവൃത്തി എന്ന് പറഞ്ഞാൽ പരിഹാരം അല്ലേ, പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അയൽപക്കത്തുകാർക്ക് ഇവിടെ കഴിയണമല്ലോ, അതായത് മർക്കോസിന് മാത്രം ഇവിടെ താമസിച്ചാൽ മതിയോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അവർ അന്ന് സുഖമായിട്ട് അത്താഴം കഴിച്ചു. അത്താഴം എന്ന് പറഞ്ഞാൽ രാത്രിയിലെ ഭക്ഷണം. പക്ഷെ അവർ അല്പം താമസിച്ചാണ് കഴിച്ചതെന്ന് മാത്രം. കാരണം അന്ന് എന്തോ ഒരു പ്രത്യേക വിഭവം ഉണ്ടായിരുന്നു അല്ലേ. അതെന്തായിരിക്കാം? ചത്ത കോഴീനെ അവിടെ കൊണ്ടുപോയിട്ട് മർക്കോസിൻ്റെ ഭാര്യ പോയി. അവരൊക്കെ പോയതിന് ശേഷം ഇവരത് എടുത്ത് കറി വെച്ച് കഴിച്ചു. എന്തായാലും സംഗതി എന്താണെന്നാണ് ഇനി പറയുന്നത്. അതായത് ഇത്രയും നേരം പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയുന്നു. മത്തായിയുടെ വീട്ടിൽ 5 കോഴിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അത് മത്തായിയുടെ വീട്ടിലും മർക്കോസിൻ്റെ പറമ്പിലൊക്കെ നടന്ന് തിന്ന് വളർന്നു. അതിലൊരു പൂവൻ കോഴി ഉണ്ടായിരുന്നു. പൂവൻ കോഴിയുടെ ശല്യം തീരെ സഹിക്കാൻ വയ്യാതെയാണ് മർക്കോസിൻ്റെ മകൻ ഒരു കല്ല് എടുത്തൊരേറ് കൊടുത്തത്. അങ്ങനെ കോഴി ചത്തു. മർക്കോസിൻ്റെ വീട്ടുകാർ കാണാതെ മത്തായി അത് എടുത്തുകൊണ്ടുപോയി വേവിച്ച്, അതായത് അവൻ്റെ വീട്ടുകാർ വേവിച്ച് കഴിക്കുകയും ചെയ്തു. പക്ഷേ കാര്യം എന്നിട്ടും അവസാനിച്ചില്ല. ആ പൂവൻ കോഴി ഒരു വിപ്ലവം അഴിച്ചുവിട്ടു. ആ രാത്രി അത് മത്തായിയുടെ തലച്ചോറിനകത്ത് ചികയുകയും മാന്തുകയും കൊത്തിപ്പെറുക്കുകയും ചെയ്തു. അടുത്ത പ്രഭാതത്തിൽ അയൽ വീടുകളിൽ കോഴി കൂകിയപ്പോൾ ചത്ത കോഴി ദഹിച്ച് പക്വാശത്തിലെത്തിയ കോഴി മത്തായി മാർഗേണ കൂകി, നോക്കിക്കോ. മത്തായിയുടെ കോഴിയാണ് കൊന്നത്, മർക്കോസിൻ്റെ മകനാണ്. എങ്കിലും അതിനെ കഴിച്ചത് ആര് തന്നെയാണ്? വേവിച്ച് കഴിച്ചത് മത്തായിയുടെ വീട്ടുകാർ തന്നെയാണ്. പക്ഷേ എന്നിട്ടും പ്രശ്നം അവസാനിച്ചില്ല. ആ പൂവൻ കോഴി ഒരു വിപ്ലവം അഴിച്ചു വിട്ടു എന്നാണ് പറയുന്നത്. പൂവൻ കോഴി മത്തായിയുടെ വീട്ടുകാരുടെ വയറ്റിലായി അല്ലേ. എന്നിട്ട് അന്ന് രാത്രി മത്തായിയുടെ തലച്ചോറിനകത്ത് മാന്തുകയും കൊത്തിപ്പെറുക്കുകയും ചെയ്തു, ചികയുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ഈ കോഴിയെ കൊന്നത് മത്തായി ഒരു വലിയ പ്രശ്നമാക്കിയെടുത്തു. കാരണം എങ്ങനെയെങ്കിലും മർക്കോസിനെ അവിടുന്ന് പറഞ്ഞയക്കണം എന്നുള്ളത് ആരുടെ ആഗ്രഹമായിരുന്നു? മത്തായിയുടെ ആഗ്രഹമായിരുന്നു. കുറേ കാലമായിട്ട് അവർ ശത്രുതയിലിങ്ങനെ കഴിഞ്ഞു വരികയാണ്. അപ്പം അപ്പോഴാണ് ഈ ഒരു പ്രശ്നം ഏതായാലും കിട്ടിയത്. അപ്പം അതുകൊണ്ട് തന്നെ ആ കോഴിയെക്കുറിച്ചുള്ള ചിന്തകൾ മത്തായി ഉറക്കം കെടുത്തി. എന്താണ്, പിറ്റേ ദിവസം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം അദ്ദേഹം തല പുകഞ്ഞ് ആലോചിച്ചു. അതിനാണ് കോഴി തലച്ചോറിനകത്ത് ചികയുകയും മാന്തുകയും കൊത്തിപ്പെറുകയും ചെയ്തു എന്ന് പറയുന്നത്. അങ്ങനെ അടുത്ത പ്രഭാതത്തിൽ അയൽവീടുകളിലൊക്കെ കോഴി കൂകി. എന്നാൽ മത്തായിയുടെ കോഴി ഇവരുടെ വയറ്റിലായിട്ടുണ്ട് അല്ലേ, ദഹിച്ച് പക്വാശയത്തിലെത്തിയിട്ടുണ്ട്. എങ്കിലും അത് മത്തായി മാർഗേണ കൂകി. പിറ്റേ ദിവസം മത്തായിയുടെ കോഴി കൂകി. എങ്ങനെയാണ്? മത്തായി വഴി കൂകി. അതായത് മത്തായി പിറ്റേ ദിവസം തന്നെ പ്രഭാതത്തിൽ തന്നെ തുടങ്ങി ആരുമായിട്ടുള്ള വഴക്ക്? മർക്കോസുമായിട്ടുള്ള വഴക്ക്. നോക്കിക്കോ എന്നാണ് കൂകിയിട്ടുള്ളത് അല്ലേ. അതായത് നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഒരു കയ്യാല കൊണ്ട് വേർതിരിക്കപ്പെട്ട 2 പറമ്പ്. കുറേ കാലം മുമ്പ് രണ്ടും ഒന്നായിരുന്നു. മർക്കോസിൻ്റെ അപ്പൻ്റെ വക. അയാൾ അതിനരികിൽ കുറച്ച് സ്ഥലം മത്തായിയുടെ അമ്മയ്ക്ക് പാർക്കാൻ കൊടുത്തു. ഒരു പരോപകാര ബുദ്ധി കൊണ്ട്. പനയോല കുത്തിമറച്ചൊരു വീടുണ്ടാക്കി അവൾ അവിടെ പാർത്തു. മിക്കവാറും ഒരു നേരത്തെ ഭക്ഷണം ജന്മിയുടെ വീട്ടിൽ കഴിയും. ഉപ്പും മുളകും കാപ്പിത്തൊണ്ടും ഉണക്കമീനും വടക്കൻ പുകയിലയും മണ്ണെണ്ണയും മൺകലവും വിൽക്കുന്ന ഒരു പീടിക കൂടിയായി ആ വീട്. അന്ന് മത്തായി പിച്ച നടന്നു തുടങ്ങിയതേയുള്ളൂ. മത്തായിയുടെയും മാർക്കോസിൻ്റെയും പറമ്പ് ഒരു കയ്യാല കൊണ്ട് വേർതിരിക്കപ്പെട്ട 2 പറമ്പാണ്. എന്താ കയ്യാല എന്ന് പറഞ്ഞാൽ? മണ്ണ് കൊണ്ടോ കല്ലുകൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ള മതിലിനാണ് കയ്യാല എന്ന് പറയാം. എന്നാൽ മുമ്പ്
ഇവിടെ മതിലൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം 2 പറമ്പും ആരുടേതായിരുന്നു? മർക്കോസിൻ്റെ അപ്പൻ്റെ വകയായിരുന്നു. മർക്കോസിൻ്റെ അപ്പൻ അതിനരികിൽ കുറച്ച് സ്ഥലം ആർക്ക് കൊടുത്തതാണ്? മത്തായിയുടെ അമ്മയ്ക്ക് കൊടുത്തതാണ്. അത് പാർക്കാൻ കൊടുത്തു എന്നാണ് പറയുന്നത്. താമസിക്കാൻ വേണ്ടി കൊടുത്തതാണ്, പൈസയ്ക്ക് വേണ്ടിയൊന്നും കൊടുത്തല്ല. ഒരു പരോപകാരം ചെയ്തതാണ്. അങ്ങനെ അതിൽ പനയോല കുത്തിയിട്ട് മറച്ചൊരു വീടുണ്ടാക്കി മത്തായിയുടെ അമ്മ അവിടെ താമസിച്ചു. പിന്നെ അവർ ജന്മിയുടെ വീട്ടിൽ പണിയെടുക്കാൻ പോകുന്ന സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഒരു നേരത്തെ ഭക്ഷണം ജന്മിയുടെ വീട്ടിൽ കഴിയും. പിന്നെ ഉപ്പും മുളകും കാപ്പിത്തുണ്ടും ഉണക്കമീൻ, വടക്കൻ പുകയില, മണ്ണെണ്ണ, മൺകലം ഇവയൊക്കെ വീട്ടിലിരുന്ന് വിൽക്കാൻ തുടങ്ങി. അതായത് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കച്ചവടം നടത്താൻ തുടങ്ങി മത്തായിയുടെ അമ്മ. കാരണം മത്തായിയുടെ അച്ഛൻ നേരത്തെ മരിച്ചു പോയിരുന്നു. അപ്പോൾ ഈ മകനെ വളർത്തുന്നതിന് വേണ്ടിയാണ് അമ്മ ഇതുപോലുള്ള കച്ചവടമൊക്കെ തുടങ്ങിയത്. അന്ന് മത്തായി പിച്ച നടന്ന് തുടങ്ങിയതേയുള്ളൂ. ചെറിയ കുട്ടിയായിരുന്നു ആര്? അന്ന് മത്തായി. അടുത്തെങ്ങും പീടികയില്ല. തൊട്ടടുത്തൊരു വലിയ പാടമുണ്ട്. പാടത്ത് പണിക്ക് വരുന്നവരൊക്കെ ആ പെമ്പിളയുടെ കടയിൽ നിന്ന് സാമാനം വാങ്ങും. കൊയ്ത്തുകാലത്ത് അവൾക്ക് നല്ല കച്ചവടമാണ്, നല്ല ലാഭവുമാണ്. നെല്ല് കുറേ കിട്ടും. പിന്നെ അത് പുഴുങ്ങിക്കുത്തി അരിക്കച്ചവടവുമായി. കരിപ്പട്ടി, വെറ്റില, പാക്ക്, ഉണക്കറൊട്ടി, പഴം ഇങ്ങനെ വ്യാപാരം വിപുലമായി വന്നു. മത്തായി വളർന്നു വന്നു. ചക്കരക്കാപ്പി, പുട്ട് അങ്ങനെ പലചരക്ക് കടയും കാപ്പിക്കടയും നടത്തി ആ കുടുംബം കുറേശ്ശെ നല്ല നിലയിലേക്ക് നീങ്ങി. അരിച്ചിട്ടി, കുറിച്ചിട്ടി ഇങ്ങനെ ചിട്ടികളും പണയം വാങ്ങി പണം കൊടുക്കലും. ആകെ കൂടി കൊള്ളാം. ചെലവാണെങ്കിൽ 2 വയറിനു മാത്രം. കർത്താവ് ഈശോ മിശിഹ തമ്പുരാൻ്റെ കൃപ. കെട്ടിയോൻ കള്ളപ്പുകല ചുമടിനു പോയി ഇടികൊണ്ട് ചത്തതുകൊണ്ട് അവൾക്ക് വന്ന ഭാഗ്യം. അല്ലെങ്കിൽ ഇതൊക്കെ അവൻ ഒരു ദിവസം കൊണ്ട് കുടിച്ചു മൊള്ളിയനെ. അവളൊട്ട് കച്ചവടം തുടങ്ങുകയുമില്ല. അടുത്തെങ്ങും കടയൊന്നുമില്ലാത്തത് കാരണം മത്തായിയുടെ അമ്മയ്ക്ക് നല്ല കച്ചവടമായിരുന്നു. തൊട്ടടുത്ത് വലിയൊരു പാടമുണ്ട്. ആ പാടത്ത് പണിക്ക് വരുന്നവരൊക്കെ സാധനം വാങ്ങുന്നത് എവിടെ നിന്നാണ്? മത്തായിയുടെ അമ്മയുടെ കടയിൽ നിന്നാണ്. വീട് തന്നെയാണ് കട. കൊയ്ത്ത് കാലത്തൊക്കെ നല്ല കച്ചവടവും നല്ല ലാഭവും. കാരണം ഈ പാടത്ത് പണിയെടുക്കുന്നവരൊക്കെ സാധനം വാങ്ങുമല്ലോ. അപ്പം നെല്ല് കുറേ കിട്ടും. അതായത് മിക്കവാറും നെല്ലാണ് എന്ത് ചെയ്യുക, കടയിൽ നിന്ന് സാധനം വാങ്ങുന്നവർ പകരം കൊടുക്കുന്നത്. ചിലർ പണമാവില്ല കൊടുക്കുക, നെല്ലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൊയ്ത്ത് കാലത്ത് നല്ല കച്ചവടമാണ്. കുറേ നെല്ല് കിട്ടും. പിന്നെ അത് പുഴുങ്ങി കുത്തിയിട്ട് അരിപ്പൊടിയാക്കിയിട്ട് അത് വിൽക്കാൻ തുടങ്ങി മത്തായിയുടെ അമ്മ. മാത്രമല്ല കരിപ്പട്ടി, വെറ്റില, പാക്ക് അടക്ക, ഉണക്കറൊട്ടി, പഴം ഇങ്ങനെ വിപുലമായിട്ട് വ്യാപാരം വരാൻ തുടങ്ങി. കരിപ്പട്ടി എന്ന് പറയുന്നത് കരിപ്പട്ടി ചക്കര എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. അങ്ങനെ മത്തായി വളർന്നു വന്നു. കാരണം കച്ചവടമൊക്കെ നല്ല ലാഭത്തിലേക്ക് വന്നു. അപ്പോഴേക്കും മത്തായിയും കുറച്ച് വളർന്നു. അതുകൊണ്ട് തന്നെ ഈ കച്ചവടമൊക്കെ നല്ല രീതിയിലേക്ക് മത്തായിയും കൂടി സഹായിച്ചിട്ട് മുന്നോട്ട് പോയി. ചക്കരക്കാപ്പി, പുട്ട് അങ്ങനെ പലചരക്ക് കടയും കാപ്പിക്കടയും ഒക്കെ അവിടെ നടത്തി. അങ്ങനെ കുറേശ്ശെ കുടുംബം എന്ത് ചെയ്തു? നല്ല നിലയിലേക്ക് നീങ്ങി. അതായത് ഒരു തുണ്ട് ഭൂമി പോലും ആർക്കുണ്ടായിരുന്നില്ല? മത്തായിയുടെ അമ്മയ്ക്കുണ്ടായിരുന്നില്ല. പാർക്കാനുള്ള സ്ഥലം കൊടുത്തത് മർക്കോസിൻ്റെ അപ്പനാണ്. ഇപ്പം അവർ മത്തായിയും അമ്മയും കച്ചവടം നടത്തിയിട്ട് നല്ല നിലയിലേക്ക് നീങ്ങി. പിന്നീട് അരിച്ചിട്ടി, കുറിച്ചിട്ടി ഇങ്ങനെ ചിട്ടികൾ. അതായത് ചിട്ടിക്ക് ചേരുന്നവർ ചിലർ അരിച്ചിട്ടിയാവും. അതായത് ചിട്ടി കാലാവധി ആകുമ്പോൾ എന്ത് നൽകുക? അരി കൊടുക്കുക. അങ്ങനെയുള്ള ആ രീതിയിലുള്ള അരിച്ചിട്ടി, അതുപോലെ കുറികൾ അതൊക്കെ നടത്താൻ തുടങ്ങി. മാത്രമല്ല പണയം വാങ്ങിയിട്ട് പണം കടം കൊടുക്കലും തുടങ്ങി. അപ്പം അതോടുകൂടി ആകെക്കൂടി മെച്ചപ്പെട്ട അവസ്ഥയിലായി മത്തായിയും അദ്ദേഹത്തിൻ്റെ അമ്മയും. ചിലവാണെങ്കിൽ 2 വയറിന് മാത്രം. അതായത് മത്തായിയും അമ്മയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചിലവും കുറവാണ്. എന്തായാലും ഈശോ മിശിഹാൻ തമ്പുരാൻ്റെ കൃപ തന്നെ അല്ലേ. അതിന് കാരണമായിട്ട് ഇവിടെ പറയുന്നത് എന്താണ്? കെട്ടിയോൻ പണ്ട് കള്ളപ്പുകയില ചുമട് പോയിട്ട് ഇടികൊണ്ട് ചത്തതാണത്രേ. അതുകൊണ്ടാണ് മത്തായിയുടെ അമ്മയ്ക്ക് ഈ ഭാഗ്യമൊക്കെ കൈവന്നത്. പുകയില കള്ളക്കച്ചവടം നടത്താൻ പോയിട്ട് ഇടികൊണ്ട് ചത്തതുകൊണ്ട് ഇവർക്ക് വന്ന ഭാഗ്യമെന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് കുടിച്ച് മൊള്ളിയേനെ. അതായത് ഇതൊക്കെ നശിപ്പിച്ചേനെ. അത്രയ്ക്ക് മദ്യപാനിയായിരുന്നു ആര്? മത്തായിയുടെ അച്ഛൻ.
മാത്രമല്ല അവളിട്ട് കച്ചവടം തുടങ്ങിയില്ല, അതിനും ആരും സമ്മതിക്കില്ല, അദ്ദേഹം സമ്മതിക്കില്ല. അപ്പോൾ കെട്ടിയോൻ ചത്തതാണ് ആരുടെ ഭാഗ്യം? മത്തായിയുടെ അമ്മയുടെ ഭാഗ്യം. അപ്പോൾ നമ്മുടെ മാർക്കോസിൻ്റെ വീട്ടിലാണെങ്കിൽ സാമാന്യം സ്വത്ത്, ഒന്നാമത് പള്ളിയിൽ പോക്കും, രണ്ടാമത് കൃഷിയും തൊഴിലായിട്ടൊരു കാർന്നോര്, ആഭിജാത്യത്തിൻ്റെ കാവൽക്കാരിയായൊരു ഗൃഹനായിക, പോരാ ആണ്ടിലാണ്ടിൽ പിറന്ന സ്വഭാവക്കാരിയും, ഒരു ജലദോഷം പോലും വരാത്ത പിള്ളേരും, ഐശ്വര്യം നിറഞ്ഞ വീട്. അവിടെ മൂപ്പരും മൂപ്പത്തിയും തമ്മിൽ ഒരു കാര്യത്തിൽ ഭിന്നിപ്പുണ്ടായിരുന്നു. ആൺപിള്ളേരെ പെറണമെന്ന് മൂപ്പര് പെൺപിള്ളേരെ മാത്രമേ പെറുകയുള്ളൂ എന്ന് മൂപ്പത്തിയാരും. പെൺപിറന്നവരുടെ വാശി ജയിക്കുകയും അതുകൊണ്ട് ക്രമേണ കുടുംബം ക്ഷയിക്കാനിടയാവുകയും ചെയ്തു. നന്നായി വന്നോട്ടെ എന്ന് കരുതിയല്ല, ഒരു ദുർബല നിമിഷത്തിൽ ഭാര്യ തോറ്റുകൊടുത്തു. ഒരാണിനെ പെറ്റു. അവനാണ് മർക്കോസ്. 7 പെങ്ങന്മാരുടെ ഇടയ്ക്കൊരു കുഞ്ഞാങ്ങള വന്നത് നന്നായി. പിറകെ വന്ന 5 പേരെയും മൂത്ത 2 പേരെയും അങ്ങനെ 7 പെങ്ങന്മാരെ കെട്ടിച്ചു കൊടുക്കാൻ അവനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്ക് അപ്പനും അമ്മയും മരിച്ചു. ഇനി മർക്കോസിൻ്റെ കാര്യം പറഞ്ഞാൽ, അന്ന് മർക്കോസിൻ്റെ വീട്ടിൽ സാമാന്യം സ്വത്തൊക്കെയുള്ള വീടായിരുന്നു. അവിടുത്തെ കാർന്നോര്, ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പണി പള്ളിയിൽ പോക്കാണ്, രണ്ടാമത് കൃഷി. ഇത് രണ്ടും തൊഴിലാക്കിയ ഒരു കാർന്നോരാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഗൃഹനായികയാണെങ്കിൽ ആഭിജാത്യത്തിൻ്റെ കാവൽക്കാരി എന്നാണ് പറഞ്ഞത്. അതായത് കുലീനയായ ഒരു സ്ത്രീയായിരുന്നു, അല്ലേ, കുലശ്രേഷ്ഠയായ ഒരു സ്ത്രീയായിരുന്നു ഗൃഹനായിക. മാത്രമല്ല ആണ്ടിലാണ്ടിൽ ഇവർ പ്രസവിക്കും, അതായത് വർഷാവർഷം പ്രസവിക്കുന്ന ഒരു സ്ത്രീയും കൂടിയായിരുന്നു. പിള്ളേരാണെങ്കിൽ ഒരു ജലദോഷം പോലും വരാത്ത പിള്ളേരും. അങ്ങനെ ഐശ്വര്യം നിറഞ്ഞ വീടായിരുന്നു മർക്കോസിൻ്റേത്. അവിടെ മൂപ്പരും മൂപ്പത്തിയും തമ്മിൽ ഒരു കാര്യത്തിൽ ഭിന്നിപ്പുണ്ടായിരുന്നു. എന്താ ഭിന്നിപ്പ് എന്ന് പറഞ്ഞാൽ, 2 പേരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നത് ഒരു കാര്യത്തിൽ മാത്രമായിരുന്നു. ആൺകുട്ടികളെ വേണമെന്നുള്ളതാണ് മർക്കോസിൻ്റെ അപ്പൻ്റെ താല്പര്യം. എന്നാൽ അമ്മ പ്രസവിക്കുന്നതൊക്കെ പെൺകുട്ടികളാണ് താനും. അപ്പോൾ പെൺപിറന്നവരുടെ വാശിയാണ് ജയിച്ചിട്ടുള്ളത്. അതായത് പ്രസവിക്കുന്നതൊക്കെ മിക്കവാറും പെൺകുട്ടികൾ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ക്രമേണ കുടുംബം ക്ഷയിക്കാനിടയായി. ക്ഷയിക്കുക എന്ന് പറഞ്ഞാൽ നാശത്തിലേക്ക് വരിക, അതായത് പിന്നോക്കം വരിക എന്നർത്ഥം. ഒരു ദുർബല നിമിഷത്തിൽ ഭാര്യ തോറ്റുകൊടുത്തു. അതായത് പെണ്ണിനെ മാത്രം പ്രസവിച്ച ആ സ്ത്രീ പിന്നീട് പ്രസവിച്ചത് ഒരാണിനെയായിരുന്നു. അവനാണ് മാർക്കോസ്. അതായത് ഒറ്റ ആൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവനാണ് മാർക്കോസ്. അപ്പോൾ 7 പെങ്ങന്മാരും അവർക്കിടയിൽ ഒരു കുഞ്ഞാങ്ങള മാർക്കോസും. പിറകെ വന്ന 5 പേരെയും മൂത്ത 2 പേരെയും അങ്ങനെ 7 പെങ്ങന്മാരെ കെട്ടിച്ചു കൊടുക്കാൻ അവനേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 5 പേര് മർക്കോസിൻ്റെ താഴെ ഉണ്ടായിരുന്നു, മൂത്ത 2 പേരുണ്ടായിരുന്നു. ഇവരൊക്കെ പെൺകുട്ടികളായിരുന്നു. അപ്പോൾ ഈ 7 പെൺകുട്ടികളെയും കെട്ടിച്ചു കൊടുക്കാൻ ആരേ ഉണ്ടായുള്ളൂ? മർക്കോസേ ഉണ്ടായുള്ളൂ. കാരണം അപ്പനും അമ്മയൊക്കെ അപ്പോഴേക്കും മരിച്ചു. ഇവരെ കെട്ടിക്കാൻ പ്രായമാകുമ്പോഴേക്കും അപ്പനും അമ്മയും മരിച്ചു. അങ്ങനെ മുകളിൽ നിന്ന് കീഴോട്ടൂർന്നിറങ്ങുന്ന മർക്കോസും താഴെ നിന്ന് മേലോട്ട് വളരുന്ന മത്തായിയും അയൽക്കാരായി പാർത്തു. 2 പേർക്കും അവരവരുടെ കാര്യമായി. ചെറുപ്പത്തിലെ ചങ്ങാത്തം തേഞ്ഞു മാഞ്ഞുപോയി. കാറ്റ് മാറി വീശി. മർക്കോസ് ക്ഷീണിച്ചപ്പോൾ മത്തായി സഹായിച്ചു തുടങ്ങി. പരോപകാര ബുദ്ധി കൊണ്ടല്ല, ഉപകാരസ്മരണ കൊണ്ടുമല്ല. അവൻ അവിടെ ഒരു പുര വയ്ക്കാൻ കുറച്ചുകൂടെ സ്ഥലം വേണം. മർക്കോസിന് കുറേ പണവും വേണം. മർക്കോസിൻ്റെ പറമ്പ് ചെറുതായി, വന്നു കയറിയവൻ്റെ വീതം വലുതും. മത്തായിയുടെ വീടും വലുതായി, അവന് പണമായി, മർക്കോസിനെക്കുറിച്ച് നിന്ദയും. അവർ അടുത്ത് താമസിച്ചിട്ടും തീരെ അകന്നുപോയി. ഉള്ള സ്ഥലം കൂടി എഴുതി തന്നേച്ച് അതിൻ്റെ വില മേടിച്ചുകൊണ്ട് മലബാറിലെങ്ങാനും പോകരുതോ ഇവന് എന്ന ഭാവമാണ് മത്തായിക്ക്. അയൽപ്പക്കത്ത് അത്താഴപ്പട്ടിണിക്കാരൻ പാർത്താൽ അതൊരു സൂര്യക്കേടാണെന്ന് അവനറിയാം. എങ്ങനെയും ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. ചില്ലറ ശല്യങ്ങൾ ചെയ്തു തുടങ്ങി. അങ്ങനെ സമ്പത്തുണ്ടായിരുന്ന മർക്കോസ് കീഴോട്ടിറങ്ങുകയും ഒന്നുമില്ലാതെ അവിടെ മർക്കോസിൻ്റെ അപ്പം കൊടുത്ത സ്ഥലത്ത് പാർത്തു പോന്ന മത്തായി വലിയ ആളാവുകയും അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ട് ഉയർന്നവനാവുകയും ചെയ്തു. അങ്ങനെ കാറ്റ് മാറി വീശി. അതായത് ആദ്യം മർക്കോസ് സമ്പന്നനെങ്കിൽ ഇപ്പം മത്തായി സമ്പന്നനായി.
മർക്കോസ് ക്ഷീണിച്ചപ്പോൾ മത്തായി സഹായിച്ചു തുടങ്ങി. ആദ്യം മർക്കോസിൻ്റെ അപ്പനാണ് മത്തായിയുടെ അമ്മയെ സഹായിച്ചതെങ്കിൽ ഇപ്പം നേരെ തിരിച്ചു വന്നു അല്ലേ. അതായത് മർക്കോസ് ക്ഷീണിച്ചപ്പോൾ മത്തായി സഹായിച്ചു തുടങ്ങി. പക്ഷേ അത് പരോപകാര ബുദ്ധി കൊണ്ടൊന്നുമല്ല, മുമ്പ് ചെയ്ത ഉപകാരത്തിൻ്റെ സ്മരണയുമല്ല. അവന് വീട് വെക്കാൻ ഇനിയും സ്ഥലം വേണം. അപ്പോൾ ആ മർക്കോസിൻ്റെ സ്ഥലം കൂടി കുറേശ്ശെയായിട്ട് വാങ്ങിക്കൂട്ടുകയാണ് ആര്? മത്തായി. അപ്പോൾ മർക്കോസിനാണെങ്കിൽ പണത്തിന് അത്യാവശ്യമാണ്. പെങ്ങന്മാരെയൊക്കെ വിവാഹം കഴിച്ച് അയച്ചത് കാരണം ഒരുപാട് കടമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മർക്കോസിന് പണം വേണം. അങ്ങനെ മർക്കോസിൻ്റെ പറമ്പ് ചെറുതായി, അവിടെ വന്ന് താമസിച്ചവൻ്റെ വീതം വലുതായി. മത്തായിയുടെ വീട് വലുതായി, അവന് പണമായി. അപ്പോൾ മർക്കോസിനെ കുറിച്ച് നിന്ദയാണ് അവന്. അതായത് ഈ പട്ടിണിക്കാരൻ അല്ലെങ്കിൽ ഒന്നുമില്ലാത്തവൻ അടുത്ത് താമസിക്കുന്നത് തന്നെ ആർക്കിഷ്ടമല്ലാതായി? മത്തായിക്ക് ഇഷ്ടമല്ലാതായി. ഇവരടുത്താണ് താമസിക്കുന്നതെങ്കിലും മനസ്സുകൊണ്ട് അവർ തീരെ അകന്നു. ഉള്ള സ്ഥലം കൂടി എഴുതി തന്നേച്ച് അതിൻ്റെ വില മേടിച്ചുകൊണ്ട് മലബാറിലെങ്ങാനും പോകരുതോ ഇവന് എന്ന ഭാവമാണ് മത്തായിക്ക്. അതായത് ഉള്ള സ്ഥലവും കൂടി മത്തായിക്ക് കൊടുത്തിട്ട് ഇയാൾക്ക് ഇവിടുന്ന് പോയിക്കൂടെ എന്നൊരു ഭാവമാണ് ആർക്ക്? മത്തായിക്ക്. അയൽപക്കത്ത് അത്താഴ പട്ടിണിക്കാരൻ പാർത്താൽ അത് സൂര്യക്കേടാണെന്ന് അവനറിയാം. കാരണം എന്തെങ്കിലുമൊക്കെ അല്ലേ അരിക്കോ സാധനങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു പക്ഷേ മത്തായിയുടെ അടുത്ത് വന്നാലോ, അതൊക്കെ ഓർത്തിട്ട് തന്നെ എന്താണ് ഇവൻ ഇവിടുന്ന് പോയാൽ മതി എന്നാണ് ആരുടെ ആഗ്രഹം? മത്തായിയുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഇവൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു വിടണം എന്നാണ് ആരുടെ ചിന്ത? മത്തായിയുടെ ചിന്ത. അതുകൊണ്ട് തന്നെ ചില്ലറ ശല്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി മത്തായി. എന്തായാലും മർക്കോസിനെ പറഞ്ഞു വിടാനുള്ള അല്ലേ, മർക്കോസുമായിട്ട് എതിരിടാനുള്ള ഒരു സന്ദർഭമാണ് ഇപ്പോൾ ആർക്ക് കിട്ടിയിട്ടുള്ളത്? മത്തായിക്ക് കിട്ടിയിട്ടുള്ളത്. തൻ്റെ കോഴിയെ ആര് കൊന്നിരിക്കുന്നു? മർക്കോസിൻ്റെ വീട്ടുകാർ കൊന്നിരിക്കുന്നു. കഥയുടെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.